ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ചെയ്ത ഷോർട്സിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ആദ്യം ഞാനൊരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് എടുത്തു. അതിലേക്ക് OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ്, ഫെൽറ്റ് ഷീറ്റ് ആയാലും മതി. നിങ്ങൾക്ക് വാക്സ് സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ അതായാലും മതി. അതിലേക്കൊരു ഹാഫ് കട്ട് ബീഡ്സ് വയ്ക്കുക, ബോൾ ചെയിൻ കൊടുത്ത് അതിനെ ഒന്ന് സൈഡ് ചുറ്റിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലേക്ക് നമ്മുടെ ഹാഫ് കട്ട് ബീഡ്സിലെ കുഞ്ഞ്, അതിൻ്റെ കുറച്ചടുത്ത സൈസ് കുറഞ്ഞൂടെ 2mm ഞാൻ എടുത്തിരിക്കുന്നത്, അതിനെ സൈഡിലേക്ക് വെച്ച് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. ഇത് ഞാൻ ഒരു സെൻറ്ററിൽ പാച്ചസ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് പെട്ടെന്ന് വളരെ സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ. അപ്പോൾ സൈഡിലേക്ക് ഹാഫ് കട്ട് ബീഡ്സ് അത് ഈ ബോൾ ചെയിൻ ഒട്ടിച്ചതിന് ശേഷം ഗം അപ്ലൈ ചെയ്തിട്ട് ചെയ്താൽ മതി. മൊത്തത്തിൽ ഗം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെല്ലാം ഇങ്ങനെ ഇളകി വരും, ഇരിക്കത്തില്ല പ്രോപ്പറായിട്ട്. നമുക്ക് പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും ഗ്ലൂ ഓരോന്ന് ചെയ്യുന്നതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്തു വരുമ്പോൾ ആ ഫ്ലവറിൻ്റെ ഷേപ്പൊന്നും വരത്തില്ല. പിന്നെ നമ്മളെല്ലാം എടുത്തൊന്ന് അവസാനം അറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നമ്മുടെ നേരിയതിൻ്റെ നമ്മുടെ തുണിയിൽ ഇത് ശരിക്കും മോളുടെ പാവാട വെച്ചതാണ്. സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ബാലൻസ് കൊണ്ട് കട്ട് പീസൊക്കെ ഇങ്ങനെ കൊണ്ടുവയ്ക്കാറുണ്ട്. അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ബോർഡർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും ഒന്ന് ഞാൻ അയൺ ചെയ്തെടുത്തു. നമ്മുടെ നീളത്തിനും വീതിക്കും അനുസരിച്ച് ആ തുണി, നമ്മുടെ നേരിയതിൻ്റെ തുണിയെ ഒന്ന് ഞാൻ അതിൻ്റെ ബോർഡറും എല്ലാം ഒന്ന് അയൺ ചെയ്തെടുത്തു. ഇതുപോലെ ബോയുടെ ഷേപ്പിലേക്ക് ആക്കി മാറ്റി. ഇത് നിങ്ങൾക്ക് നീളം കൂടുന്നതിനനുസരിച്ച് കൂട്ടാം, കുറയുന്നതിനനുസരിച്ച് കുറയ്ക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇത് ഇങ്ങനെ നമ്മൾ അയൺ ചെയ്തെടുത്തുകൊണ്ട് സെൻറ്റർ ആ എഡ്ജ് ഭാഗമില്ലേ, അതിങ്ങനെ മടങ്ങി വന്നു. അപ്പോൾ ഞാനത് നേരെയാക്കാൻ വേണ്ടിയിട്ട് 2 അലിഗേറ്റർ ക്ലിപ്പ് സൈഡിൽ വെച്ചു. എന്നിട്ട് അതിന് ഞാൻ സെൻറ്റർ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് മടക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റ് സെൻറ്റർ കിട്ടും. അത് വെച്ച് എന്ത് ചെയ്യുക, സെൻറ്റർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എന്ത് ചെയ്യുക, ആ ബോയുടെ ഷേപ്പിലേക്ക് ആക്കി മാറ്റുക. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പാർട്ട്. ആദ്യം ബോ ചെയ്തെടുക്കുന്നു. ഓക്കെ, ആ സെൻറ്ററൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആക്കി എടുക്കുക. അതിനുശേഷം സെൻറ്റർ നമ്മൾ ടൈ ചെയ്തില്ലേ, അതൊന്നും കാണാതിരിക്കാൻ, നൂല് വെച്ച് കെട്ടിയതൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഞാൻ നേരിയതിൻ്റെ അതേ ബോർഡറിൻ്റെ ആ തുണി തന്നെയാണ് ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് സെൻറ്റർ കവർ ചെയ്തു. അതിനെ ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് അങ്ങ് പേസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബോർ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്ന ഇതിൻ്റെ തുമ്പക്കയിൽ അതിന് ജസ്റ്റ് ലൈറ്റർ കൊണ്ടൊന്ന് ഇത് ചെയ്യുക. ലൈറ്റർ കൊണ്ട് സൂക്ഷിച്ച് വേണം, കാരണം ഇത് നേരിയതിൻ്റെ തുണിയാണ്, പെട്ടെന്ന് അങ്ങ് ഉരുകി പോകും. എന്നിട്ട് സൂക്ഷിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കട്ട് ചെയ്ത് മാറ്റിയാലും മതി, വൃത്തിയുടെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ സെൻറ്ററിലേക്ക് ആ പാച്ചസ് വെച്ചിട്ട് അവിടെ ഞാനിങ്ങനെ ഒരു ഹാങ്ങിങ്സ് കൊടുത്തു. അതാണ് കുറച്ചുകൂടെ അത് ഭംഗി. നമ്മൾ ബോ ചെയ്ത് ഈ പാച്ചസും ഹാങ്ങിങ്സൊക്കെ വാങ്ങിക്കാൻ പോയാൽ അത് നല്ല റേറ്റ് ആവും. അതുകൊണ്ട് നമുക്കിതൊക്കെ നിസ്സാരമായിട്ട് നമ്മളെ കയ്യിലുള്ള ആക്സസറീസ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ പുറത്തേക്ക് ഈ പാച്ചസാണ് നമ്മൾ ആദ്യം ചെയ്തെടുത്താണ്. അപ്പോൾ അത് ജസ്റ്റ് വെക്കുന്നതിന് മുന്നേ ഞാൻ ഈ പേൾ ചെയിൻ വെച്ചിട്ട്, നമ്മുടെ ചെയിൻ വെച്ചിട്ട്, അതായത് ഞാൻ ഇവിടെ ബോൾ ചെയിനാണ് യൂസ് ചെയ്യുന്നത്. ബോൾ ചെയിനിലേക്ക് ഇതുപോലൊരു പേളിൻ്റെ ബോളാണ്, അല്ലാതെ നോർമൽ പേൾ ആണെങ്കിലും കുഴപ്പമില്ല, അത് മതി. അതിലേക്ക് നമ്മുടെ സാധാ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഹോൾഡ് ചെയ്ത് നമ്മൾ മുത്ത് കോർക്കുന്നില്ലേ, അവിടെ ജസ്റ്റ് ഒന്ന് 2 സെക്കൻഡ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഫിക്സ് ആയി കിട്ടും. അത് ലെയർ നമുക്ക് എത്ര ലെയർ വേണമെന്നുള്ള നമുക്ക് ഇഷ്ടത്തിന് കൊടുക്കാം കേട്ടോ. 2 എണ്ണം മതിയെങ്കിൽ 2, അല്ലെങ്കിൽ 3 എണ്ണം വേണമെങ്കിൽ 3. ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ആദ്യം അത് പേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്താണ് ഞാൻ പാച്ചസ്. അപ്പോൾ അതങ്ങ് മറിഞ്ഞ് കറക്റ്റ് അതൊന്നും പുറത്തറിയില്ല, പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്കത് കറക്റ്റ് അങ്ങ് ഫിക്സ് ചെയ്തെടുക്കാം. ആദ്യം അത് വെച്ചതിന് ശേഷം സെൻറ്ററിലേക്കാണ് അടുത്തത്. ഇങ്ങനെ 3ഉം ഒരുമിച്ച് അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു അതിൻ്റെ പുറത്തേക്ക്. ആ സമയത്ത് ഈ ഗ്ലൂ ഗൺ വെച്ചതിന് ശേഷം കൈ വയ്ക്കരുത്, നല്ല ചൂടാണത്, നമ്മുടെ കൈയൊക്കെ പൊള്ളിപ്പോവും. അതിന് ശേഷം എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ ബോ റെഡിയായി. ഇനി ഇതിൻ്റെ പുറത്ത് ബാക്കിലേക്ക് നമുക്ക് ഹെയർ ബാൻഡ് വേണമെങ്കിലും കൊടുക്കാം, അലിഗേറ്റർ ക്ലിപ്പ് വേണമെങ്കിലും കൊടുക്കാം, സെൻറ്റർ ക്ലിപ്പും കൊടുക്കാം. ഞാനിവിടെ അലിഗേറ്റർ ക്ലിപ്പാണ് എടുത്തത്. 4.5-ൻ്റെ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തു. അത് ജസ്റ്റ്, ഇനി വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് അതിൻ്റെ പുറകിലേക്ക് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തു, ഗ്ലൂ കൊടുത്തു, ജസ്റ്റ് അതിനെ ഫിക്സ് ചെയ്തു. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ നിസ്സാരമായിട്ട് നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാം. ഞാനിങ്ങനെ കട്ട് പീസൊക്കെ വരികയാണെങ്കിൽ ഭംഗിയുള്ളതാണെങ്കിൽ എടുത്ത് വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴൊക്കെ എനിക്ക് ഒരുപാട് യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം കേട്ടോ അലിഗേറ്റർ ക്ലിപ്പ്, അല്ലെങ്കിൽ അതിങ്ങനെ ഇളകി വരും. നല്ല ഭംഗിയാണ്. ഓണത്തിനൊക്കെ നമ്മുടെ പിള്ളേർക്കൊക്കെ നമുക്ക് തന്നെ വെച്ച് കൊടുക്കാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നോക്കി അതിൻ്റെ ഭംഗി ശരിക്കും നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ ഓണാശംസകൾ. ഓണം എല്ലാവരും ആഘോഷിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനി കാണുന്നവരെ എല്ലാവർക്കും ബൈ.